എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ ഇന്ന് എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന്. മെയിനായിട്ട് തന്നെ നമ്മൾ ഇതേ രീതിയിലുള്ള നമ്മുടെ കാർ സ്റ്റീരിയം അതേപോലെ കാർ ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന സംശയമാണ് ഇതിന് ഏത് രീതിയിലാണ് ഇതിന് പവർ സപ്ലൈ കൊടുക്കേണ്ടത്, അതായത് ഇതിന് എത്ര പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്, എത്ര ആംപിയറിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരേണ്ടത് എന്നുള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയമുള്ളതാണ്. അതേപോലെ തന്നെ കൂടുതൽ ആംപിയർ കൊടുത്തിട്ട് ഈ ആംപ്ലിഫയറും സ്റ്റീരിയോ ഒക്കെ കത്തിപ്പോകുന്നുള്ളൊരു പേടിയും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സംശയം നമ്മളിന്ന് ഈ വീഡിയോ കൊണ്ട് തീർക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു പവർ കണക്ഷനാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാനിന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്ന സ്റ്റീരിയോ അതേപോലെ നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം DC വർക്ക് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ AC ആണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു സംഭവം DC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു AC to DC കൺവേർട്ടർ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കൊരു SMPS ഉപയോഗിക്കുന്നതാണ്. ഞാനൊരു SMPS ആണ് ഇതിലേക്ക് DC സപ്ലൈ കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആംപിയർ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാർ സ്റ്റീരിയോയിലേക്കും അതേപോലെ നമ്മുടെ ആംപ്ലിഫയറിലേക്കും ഒരു 50 ആംപിയർ ഔട്ട്പുട്ട് വരുന്ന ഒരു സപ്ലൈ നമ്മൾക്ക് ഇതിൽ കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സാധനം കത്തിപ്പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആംപിയർ ഉള്ള ഒരു പവർ സപ്ലൈ ഇതിനകത്തേക്ക് കൊടുത്താലും ഇതിന് ആവശ്യമുള്ള ആംപിയർ മാത്രമാണ് ഈ രണ്ട് സാധനങ്ങളും വലിച്ചെടുക്കുള്ളൂ. അതായത് ഈ ഒരു ആംപ്ലിഫയറും കാർ സ്റ്റീരിയോൻ്റെ കാര്യം മാത്രമല്ല, എന്തൊരു സാധനം നമ്മൾ നമ്മുടെ കറണ്ടിലേക്ക് കണക്ട് ചെയ്താലും ഇതിൽ എത്രത്തോളം ആംപിയറിൽ അത് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആ കണക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അല്ലാതെ നമ്മൾ ഒരു 50 ആംപിയറോ അല്ലാന്നുണ്ടെങ്കിൽ 100 ആംപിയറുടെ SMPSോ എന്തെങ്കിലും ഒരു പവർ സപ്ലൈ ഈ രണ്ടെണ്ണത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ആ ഒരു മുഴുവൻ ആംപിയറും ഇതിനകത്തേക്ക് കയറി പോകില്ല. അതാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഇതിന് ആവശ്യമുള്ള ആംപിയറിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്രയാണോ ഒരു ആംപിയർ ആവശ്യമുള്ളത് ആ ആംപിയറാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നല്ല ഒരു കാർ സ്റ്റീരിയോ നമ്മുടെ ഇത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ആംപിയർ കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മാക്സിമം പവറോടെ തന്നെ ഈ ഒരു കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു കാർ ആംപ്ലിഫയറിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ആൾക്കാർ കാർ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ ഉപയോഗിക്കുക സബ് വൂഫർ വർക്ക് ചെയ്യാനായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു സബ് വൂഫർ വർക്ക് ചെയ്യാൻ ഏകദേശം നമുക്കൊരു 20 ആംപിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 25 ആംപിയർ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസിൽ നമുക്ക് ഈ കാർ ആംപ്ലിഫയറുകൾ വീട്ടിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരുപാട് ആംപിയർ കുറച്ച് കൊടുത്താലാണ് നമുക്ക് ഈ വോളിയം കൂട്ടുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ സബ് വൂഫറിന് പതർച്ച് വരിക, വോളിയം കൂട്ടുന്ന സമയത്ത് ഈ ഒരു സംഭവം കട്ട് ഓഫ് ആവുക, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ മിനിമം ചില ആൾക്കാർ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ചാർജറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യാറുണ്ട്. അത് വളരെയധികം ആംപിയർ കുറഞ്ഞ രീതിയിലുള്ള ഒരു അഡാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ വോളിയം കൂട്ടുന്ന സമയത്ത് ഈ സംഭവം വീണ്ടും റീസ്റ്റാർട്ട് ആവാനും അതേപോലെ സൗണ്ടിന് ക്ലാരിറ്റി കമ്മിയാവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു SMPSോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പവർ കൂടിയുള്ള ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ചെറിയ രീതിയിലുള്ള ആംപിയർ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഒരു കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യാൻ മിനിമം ഒരു 10 ആംപിയർ എങ്കിലും കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കാർ ആംപ്ലിഫയറുകൾ വർക്ക് ചെയ്യാൻ ഒരു 20 അല്ലാന്നുണ്ടെങ്കിൽ 20ൻ്റെ മുകളിലോ അല്ലെങ്കിൽ 30 ആംപിയർ കൊടുത്താലും കാർ സ്റ്റീരിയോ ഒക്കെ പക്കയായിട്ട് നല്ല പവർഫുള്ളായിട്ട് തന്നെ ഈ സംഭവം വർക്ക് ചെയ്യും. ഈ ഒരു കാർ സ്റ്റീരിയോ ആണെങ്കിലും അതേപോലെ ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ ഇത് വ്യത്യസ്ത ആംപിയറിലാണ് ഈ ഒരു സാധനങ്ങൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ കാർ ആംപ്ലിഫയറിൻ്റെ പുറകിൽ ഒരു ഫ്യൂസ് ഉണ്ടാവും, അതേപോലെ നമ്മുടെ കാർ സ്റ്റീരിയോൻ്റെ പുറകിലും ഒരു ഫ്യൂസ് ഉണ്ടാവും. നമ്മളൊരു 50 ആംപിയറിൻ്റെ സപ്ലൈ നമ്മൾക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഫ്യൂസ് അടിച്ച് പോകുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും വരും. പിന്നെ എന്തിനാണ് ഇതിൻ്റെ 30 ആംപിയറും അതേപോലെ കാർ സ്റ്റീരിയോൻ്റെ മുകളിൽ 10 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും സംശയം വരുന്നതാണ്. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് അതായത് നമ്മുടെ കാർ സ്റ്റീരിയോയും അതേപോലെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലും എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് കൂടുതൽ ആംപിയർ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അതിനെ ഒരു പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫ്യൂസ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സാധനത്തിലേക്ക് നമ്മൾ 30 ആംപിയറിൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ 10 ആംപിയറിൻ്റെ മുകളിൽ കാർ സ്റ്റീരിയോ ആണെങ്കിൽ 10 ആംപിയറിൻ്റെ മുകളിൽ അതേപോലെ ആംപ്ലിഫയർ ആണെങ്കിൽ 30 ആംപിയറിൻ്റെ മുകളിലുള്ള പവർ സപ്ലൈ ഇതിലേക്കാണ് കണക്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഫ്യൂസ് അടിച്ച് പോയിട്ട് അത് പ്രൊട്ടക്ഷൻ ചെയ്യാനല്ല ശരിക്കും ഫ്യൂസ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 50 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഈ സാധനം വർക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിലൊരു ഷോർട്ട് സർക്യൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ട് കറണ്ട് ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പോൾ ഫ്യൂസ് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതിൽ ഫ്യൂസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആംപിയറിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
പിന്നെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനായിട്ട് SMPS ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം SMPSൽ എത്രയാണോ ഔട്ട്പുട്ട് കൃത്യമായിട്ട് ആംബിയർ പറഞ്ഞിട്ടുള്ളത് ആ ആംബിയർ തന്നെ കറക്റ്റായിട്ട് അതിലേക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് SMPSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ SMPS ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. SMPS വാങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർ സ്റ്റീരിയോയ്ക്ക് വേണ്ടത് ഒരു 10 ആംബിയറും അതേപോലെ നമ്മുടെ കാർ ആംപ്ലിഫയറിന് വേണ്ടത് ഒരു 20 to 30 ആംബിയറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ SMPS മേടിക്കുമ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനും ചേർത്ത് ഒരുമിച്ചിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംബിയർ ഉള്ള SMPS വാങ്ങുന്നതാണ് നല്ലത്. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു 40 ആംബിയറാണ് ടോട്ടലാണ് ഇപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനും വേണ്ടത്. അപ്പോൾ നമ്മളൊരു 50 ആംബിയറിൻ്റെ ഒരു SMPS മേടിച്ച് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് ഈ രണ്ടെണ്ണം നമുക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഫുൾ പവറിൽ തന്നെ ഈ രണ്ട് സാധനം അതിൽ വർക്ക് ചെയ്തോളൂ. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ആംബിയറുള്ള ഔട്ട്പുട്ടുള്ള SMPS ആയതുകൊണ്ട് നമ്മുടെ ആംബിയർ രണ്ടെണ്ണത്തേക്ക് ഡിവൈഡ് ചെയ്ത് പോയാലും കൃത്യമായിട്ടുള്ള ആംബിയർ രണ്ടെണ്ണത്തിന് കിട്ടുന്ന കാരണം കൊണ്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള വർക്കിംഗ് എന്തായാലും കിട്ടും. നമ്മൾ തീരെ ആംബിയർ ഔട്ട്പുട്ട് കമ്മിയായിട്ടുള്ള SMPSകളോ അല്ലാന്നുണ്ടെങ്കിൽ അഡാപ്റ്ററുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്റ്റീരിയോ ഓഫ് ആവണതിൻ്റെ അതേപോലെ സൗണ്ടിൻ്റെ പതർച്ചയും ഊഫറിൻ്റെ പതർച്ചേൻ്റെയൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ SMPS മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ SMPS കണക്ട് ചെയ്തതിന് ശേഷം സബ് വൂഫർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഓൺ ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം അത് കൃത്യമായിട്ട് അതിനുള്ള ആംബിയർ കിട്ടാതെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സബ് വൂഫറിൽ പഞ്ച് വരുന്ന സമയത്ത് അതിൻ്റെ LED ഇങ്ങനെ ചെറുതായിട്ട് മങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ അതാണ് നമുക്ക് കൃത്യമായിട്ട് ആംബിയർ നമ്മുടെ ആംപ്ലിഫയറിന് കിട്ടുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടിയ രീതിയിലുള്ള ആംബിയറുള്ള ഔട്ട്പുട്ടുള്ള SMPSകൾ മേടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ എന്തായാലും വരില്ല. കറക്റ്റായിട്ടുള്ള പഞ്ചിനെ നമുക്ക് എന്തായാലും സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വോളിയം കൂട്ടുമ്പോഴും അതേപോലെ സബ് വൂഫറിൻ്റെ പഞ്ച് വരുമ്പോഴുമാണ് ഈ കാർ സ്റ്റീരിയോ ആയാലും അതേപോലെ കാർ ആംപ്ലിഫയർ ആയാലും കൂടുതൽ ആംബിയർ വലിക്കുക. അത് ജസ്റ്റ് നമ്മൾ പാട്ടും കാര്യങ്ങളൊന്നും വെക്കാതെ ജസ്റ്റ് ഓണാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് സാധനം ഏകദേശം 1 ആംബിയർ 2 ആംബിയറൊക്കെയാണ് വലിക്കുള്ളൂ. ഇത് വോളിയം നമ്മൾ വെക്കുന്നതിന് കൂട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഈ രണ്ട് സാധനം ആംബിയർ എത്രത്തോളം വേണമെന്ന് അത് സെലക്ട് ചെയ്യുന്നത്. വോളിയം നമ്മൾ നല്ല രീതിയിൽ വെക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിന് ആംബിയർ ഈ രണ്ട് സാധനം വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള SMPSോ അല്ലാന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ നമ്മൾ കൊടുക്കാം, മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം രീതിയിലാണ് ഇതിൻ്റെ പവർ സപ്ലൈയും കാര്യങ്ങളും കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്